ഒരു സാധാരണ റേസർ, പക്ഷെ അവന്റെ ഉള്ളിൽ മറന്നിരുന്നത് ലോകത്തെ രക്ഷിക്കാനുള്ള ശക്തി. ഡ്രാഗനുകളും മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകത്ത് ഒരു ബാലൻ സ്വന്തം വിധിയെ കണ്ടെത്തുന്ന കഥയാണ് ഡ്രാഗൻ ബൂസ്റ്റർ. ആ ബാലൻ ആർഥാ പെൻ. ഡ്രാഗൻ ബൂസ്റ്ററിലെ പ്രധാന കഥാപാത്രമാണ് ആർഥാ പെൻ. ഡ്രാഗൻ സിറ്റിയിൽ താമസിക്കുന്ന ഒരു യുവ റേസറാണ് അവൻ. പുറമേ നോക്കുമ്പോൾ ഒരു സാധാരണ ബാലനായി തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അവൻ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തിയുടെ ഉടമയാണ്. അവന്റെ കുടുംബം ഡ്രാഗൻ റേസിംഗുമായി ബന്ധപ്പെട്ടവരാണ്. ചെറുപ്പം മുതൽ തന്നെ ഡ്രാഗനുകളോടും റേസിംഗിനോടും വലിയ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ആർഥായെ വ്യത്യസ്തനാക്കിയത് അവന്റെ വേഗമോ ശക്തിയോ അല്ല, അവന്റെ ഹൃദയമാണ്. മറ്റുള്ളവർ ശക്തിക്കായി പോരാടുമ്പോൾ ആർഥാ സമാധാനത്തിനായി പോരാടി. ഡ്രാഗൻ ബൂസ്റ്ററിന്റെ ലോകം സാധാരണ കാർട്ടൂൺ ലോകമല്ല. ഇവിടെ മനുഷ്യരും ഡ്രാഗനുകളും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഡ്രാഗനുകൾ വെറും ജീവികളല്ല, അവർക്കും വികാരങ്ങളും ബന്ധങ്ങളും വിശ്വാസവുമുണ്ട്. ഡ്രാഗൻ സിറ്റിയിൽ വിവിധ വിഭാഗങ്ങളിലായി ഡ്രാഗനുകൾ ഉണ്ടായിരുന്നു. ഫയർ ഡ്രാഗൻസ്, വാട്ടർ ഡ്രാഗൻസ്, എർത്ത് ഡ്രാഗൻസ്, എനർജി ഡ്രാഗൻസ്. ഓരോ വിഭാഗത്തിനും സ്വന്തം ശക്തികളും സംസ്കാരവുമുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിനോദം ഡ്രാഗൻ റേസിംഗ്. റേസിംഗ് വെറും സ്പോർട്ട് മാത്രമല്ല, അതൊരു ബഹുമതിയുമായിരുന്നു. ആർഥാ ചെറുപ്പം മുതൽ തന്നെ ധൈര്യശാലിയായിരുന്നു. അവന്റെ അച്ഛൻ കോണർ പെൻ ഒരു പ്രശസ്ത റേസർ ആയിരുന്നു. അച്ഛനിൽ നിന്നാണ് ആർഥാ ഡ്രാഗനുകളെ മനസ്സിലാക്കാൻ പഠിച്ചത്. പക്ഷേ ജീവിതം എപ്പോഴും സന്തോഷകരമായിരുന്നില്ല. അവന്റെ കുടുംബം പല പ്രശ്നങ്ങളും നേരിട്ടു. പ്രത്യേകിച്ച് ഡ്രാഗൻ ലോകത്തിലെ ഇരുണ്ട ശക്തികൾ ഉയർന്നു വരുമ്പോൾ ആർഥാ മനസ്സിലാക്കി ഒരു ദിവസം തനിക്ക് വലിയ ഉത്തരവാദിത്വം വരാനിരിക്കുകയാണെന്നാണ്. ആർഥായുടെ ജീവിതം മാറ്റിമറിച്ച ഏറ്റവും വലിയ സംഭവം ബോ എന്ന ഡ്രാഗനുമായുണ്ടായ ബന്ധം. ബോ സാധാരണ ഡ്രാഗൻ അല്ലായിരുന്നു, അവനൊരു ലെജൻഡറി ഡ്രാഗൻ ആയിരുന്നു. ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇരുവരും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ടായി. ഡ്രാഗനുകൾ സാധാരണ ആളുകളെ വിശ്വസിക്കാറില്ല, പക്ഷേ ബോ ആർഥായിൽ എന്തോ പ്രത്യേകത കണ്ടു. അതായിരുന്നു ഡ്രാഗൻ ബൂസ്റ്റർ സ്പിരിറ്റ്. ഡ്രാഗൻ ബൂസ്റ്റർ ഒരു സാധാരണ ടൈറ്റിൽ അല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. ഡ്രാഗൻ ലോകത്തെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ശക്തി. പുരാതന പ്രവചന പ്രകാരം ഒരു ദിവസം ഡ്രാഗൻ ബൂസ്റ്റർ വരും. അവൻ മനുഷ്യരെയും ഡ്രാഗനുകളെയും ഒന്നിപ്പിക്കും. ആ പ്രവചനം യാഥാർത്ഥ്യമാകുന്നത് ആർഥായിലൂടെ. ആർഥാ മറ്റു ഹീറോകളെ പോലെ അഹങ്കാരിയല്ല. അവൻ കരുണയുള്ളവൻ, വിശ്വസ്തൻ, ധൈര്യശാലി, വികാരപരമായവൻ. അവന്റെ ഏറ്റവും വലിയ ശക്തി ഒരിക്കലും കൈവിടാത്ത മനോഭാവം. പലപ്പോഴും അവൻ പരാജയപ്പെടും, പക്ഷേ വീണ്ടും എഴുന്നേൽക്കും. അതാണ് ഒരു യഥാർത്ഥ ഹീറോയുടെ ലക്ഷണം. ഡ്രാഗന എന്നത് വലിയ ശക്തിയായിരുന്നു. ഇതുപയോഗിച്ച് ഡ്രാഗനുകളെ നിയന്ത്രിക്കാം, പക്ഷേ ഈ ശക്തി അപകടകരവുമാണ്. തെറ്റായ ആളുകളുടെ കയ്യിൽ പോയാൽ ലോകം തന്നെ നശിക്കും. ആർഥാ മാത്രമാണ് ഈ ശക്തിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്, കാരണം അവൻ ശക്തിയെ ദുരുപയോഗം ചെയ്തില്ല. ഓരോ ഹീറോയ്ക്കും വലിയ ശത്രുക്കൾ ഉണ്ടാകും. ആർഥായ്ക്കും അതുപോലെ. വേർഡ് പെയിൻ പോലുള്ള ഇരുണ്ട ശക്തികൾ ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ചു. അവരുടെ ലക്ഷ്യം ഡ്രാഗനായി സ്വന്തമാക്കുക, ഡ്രാഗനുകളെ നിയന്ത്രിക്കുക, ലോകം ഭരിക്കുക. പക്ഷേ ആർഥാ എപ്പോഴും അവരുടെ മുന്നിൽ നിന്നു. ഈ സീരീസിലെ ഏറ്റവും മികച്ച ഭാഗം ആർഥയും ബോയും തമ്മിലുള്ള ബന്ധം. അവർ വെറും റൈഡർ ആൻഡ് ഡ്രാഗൻ അല്ല, അവർ കുടുംബമാണ്. ബോ പലപ്പോഴും ആർഥായെ രക്ഷിച്ചു. ആർഥയും ബോവിനെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് സീരീസിന്റെ ഹൃദയം. ആരംഭത്തിൽ ആർഥ ഒരു സാധാരണ ബാലനായിരുന്നു, പക്ഷെ പിന്നീട് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനായി, കൂടുതൽ ശക്തനായവനായി, യഥാർത്ഥ നേതാവായി മാറി. ഇതാണ് മികച്ച ക്യാരക്ടർ ഡെവലപ്മെന്റ്. ഡ്രാഗൻ ബൂസ്റ്റർ വെറും ആക്ഷൻ കാർട്ടൂൺ അല്ല, ഇതിൽ പല ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട്. ആർഥ പലപ്പോഴും സുഹൃത്തുക്കളെ നഷ്ടപ്പെടും, വിശ്വാസവഞ്ചന നേരിടും, സ്വന്തം ഭയങ്ങളെ നേരിടും, പക്ഷേ അവൻ മുന്നോട്ട് പോകും. ഫാൻസ് ആർഥായെ ഇഷ്ടപ്പെടാനുള്ള കാരണം റിലേറ്റബിൾ ക്യാരക്ടർ, പവർഫുൾ ഡെവലപ്മെന്റ്, ഇമോഷണൽ സ്റ്റോറി, കൂൾ ട്രാൻസ്ഫോർമേഷൻ, സ്ട്രോങ് ബോണ്ട് വിത്ത് ബോ. അവൻ പെർഫെക്റ്റ് ഹീറോ അല്ല, പക്ഷേ അതാണ് അവനെ റിയൽ ആക്കുന്നത്. ഡ്രാഗൻ ബൂസ്റ്ററിൽ നിരവധി സിംബോളിസം ഉണ്ട്. ആർഥ റെപ്രസെന്റ് ചെയ്യുന്നത് ഹോപ്പ്, യൂണിറ്റി, കറേജ്, ബാലൻസ്. ബോ റെപ്രസെന്റ് ചെയ്യുന്നത് പവർ, ലോയൽറ്റി, ഫ്രീഡം, ഒരു ബാലൻ, ഒരു ഡ്രാഗൻ, ഒരു ലോകത്തിന്റെ വിധി. ഇതായിരുന്നു ആർഥാ പെന്റെ കഥ, ഡ്രാഗൻ ബൂസ്റ്ററിന്റെ യഥാർത്ഥ ലെജൻഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.